ജീവിതത്തിൽ പലതരത്തിലുള്ള വീഴ്ചകളും പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഭാരപ്പെട്ട് വേദനയോടെ, നിരാശയോടെ, കുറ്റബോധത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ, ദൈവസ്നേഹത്തിൽ മുമ്പോട്ട് വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പാപത്തെ മറന്നു കളയുന്ന ദൈവം, പാപത്തെ ക്ഷമിക്കുന്ന ദൈവം, പാപത്തെ ഓർക്കാത്ത, കരുണ കാണിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നീ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. മീഖ 7:19, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. പാപത്തെ ക്ഷമിക്കുന്ന, പാപത്തെ മറന്നു കളയുന്ന, പാപത്തെ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് നീക്കിക്കളയുന്ന, കരുണ കാണിക്കുന്ന നല്ല ദൈവത്തിൻ്റെ മുമ്പാകെ ആയിരിക്കുമ്പോൾ ആ ദൈവത്തോട് പറയാമോ, യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ പാപത്തെ ക്ഷമിച്ച് എൻ്റെ ജീവിതത്തെ ഒന്ന് വിടുവിക്കണമേ എന്ന് ഒരു വാക്ക് പറയാമോ? കർത്താവ് നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നിൻ്റെ വേദനകൾ, നിൻ്റെ നിരാശകൾ, നിൻ്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ നീക്കി അവൻ നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. God bless you.